സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക ഉള്ളതിൽ നിന്നും ഒരു ഗഡുവും മെയ് മാസത്തെ ഗഡുവും കൂടി ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതിന്റെ അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 50 ലക്ഷത്തിലധികം പേർക്ക് 3200 രൂപ വീതം മെയ് മാസത്തിൽ നൽകുന്നതിനായി 1850 കോടി രൂപയാണ് സർക്കാർ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ അറിയിപ്പനുസരിച്ച് കഴിഞ്ഞ 14 മാസമായി എല്ലാ മാസത്തിലും പെൻഷൻ വിതരണം മുടങ്ങാതെ നൽകി വരികയാണ്. 5 മാസത്തെ കുടിശ്ശിക പെൻഷനിൽ 2 ഗഡു കുടിശ്ശികയും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നൽകിയിരുന്നു. ശേഷിക്കുന്ന 3 മാസത്തെ കുടിശ്ശികയിലെ 1 ഗഡു തുകയാണ് ഇപ്പോൾ മെയ് മാസത്തെ പെൻഷൻ തുകയോടൊപ്പം വിതരണം ചെയ്യുന്നത്. മെയ് 21 മുതൽ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുമെന്ന വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനായി സർക്കാർ 1850 കോടി രൂപയും അനുവദിച്ചു. വിതരണ ഉത്തരവ് ഉടനെ പുറത്തിറങ്ങുമെന്നും റിപ്പോർട്ടുണ്ട്. ആദ്യം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചേരുന്നവർക്കായിരിക്കും ബുധനാഴ്ച മെയ് 21 മുതൽ പെൻഷൻ തുക എത്തിച്ചേർന്ന് തുടങ്ങുക. സഹകരണ ജീവനക്കാർ വഴി വീടുകളിൽ പെൻഷൻ തുക എത്തുന്നവർക്ക് വെള്ളിയാഴ്ച മുതലായിരിക്കും പെൻഷൻ അവരുടെ കൈകളിലേക്ക് വിതരണം ആരംഭിക്കുക. പെൻഷൻ തുകയിൽ കേന്ദ്രവിഹിതമായ 200 രൂപ, 300 രൂപ, 500 രൂപ എന്നിവ ഉള്ളവർക്ക് ആ തുക കുറച്ചുള്ള എമൗണ്ട് ആയിരിക്കും എത്തുക. തുടർന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം കേന്ദ്രവിഹിത തുക മാത്രമായി അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതുമായിരിക്കും. 1 വർഷത്തിലധികമായി ഇപ്പോൾ എല്ലാ മാസവും മുടക്കമില്ലാതെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നടന്നുവരുന്നു എന്നത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വലിയൊരു ആശ്വാസമാണ്. 5 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ 2 മാസത്തെ കുടിശ്ശിക കഴിഞ്ഞ സാമ്പത്തിക വർഷം സർക്കാർ നൽകിയിരുന്നു. മെയ് മാസത്തിൽ 1 ഗഡു കുടിശ്ശിക കൂടി അനുവദിക്കുന്നതോടെ ഇനി 2 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് അവശേഷിക്കുന്നത്. അത് തുടർന്ന് വരുന്ന മാസങ്ങളിൽ തന്നെ നൽകി ഈ സാമ്പത്തിക വർഷം തന്നെ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.